അതുപോലെ ആ സമൂഹത്തിലുള്ള നേതാക്കന്മാരുമൊക്കെ ശ്രമിക്കുമ്പോൾ ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ ആരുമില്ലാത്ത ഒരു പരിതസ്ഥിതിയാണ് എന്ന് എല്ലാവരും ഒരുപോലെ പറയുകയുണ്ടായി. ശിവഗിരി മഠമെങ്കിലും അതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് പല ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായമുണ്ടായപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് സുസൂക്ഷ്മമായി പഠിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് ശ്രീനാരായണ സമൂഹത്തിൽ നിന്ന് ഒരു MLA മാത്രമാണ് ഉള്ളത്. കേരളത്തിൽ ആദ്യത്തെ കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ ശ്രീ ആർ ശങ്കർ ആയിരുന്നു മുഖ്യമന്ത്രി. അതെ, കോൺഗ്രസ് മാത്രമല്ല എല്ലാ മുന്നണികളും പിന്നോക്കക്കാരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 62 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ 2026 ഈ കാലയളവിൽ ഒരു പിന്നോക്കക്കാരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഈ മുന്നണി സംവിധാനങ്ങൾ തയ്യാറായില്ല. മാത്രമല്ല, ശ്രീ കരുണാകരൻ, ശ്രീ ആന്റണി ഇവരുടെ കാലം വരേക്കും എല്ലാ സമുദായങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധ, ഒരു സമതുലിതമായ അവസ്ഥ അവർ കാത്ത് സൂക്ഷിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത കാലം വന്നു കഴിഞ്ഞപ്പോൾ ജയിക്കുന്ന മണ്ഡലങ്ങൾ അവർക്ക് പിന്നോക്കക്കാർക്ക് ലഭിക്കുന്നില്ല. തോക്കുന്ന മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും പരിഗണിക്കുന്നു, അവർ പരാജയപ്പെട്ടു പോകും. ഈ ഒരു ദുസ്ഥിതിക്ക്, ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഈഴവരും ധീവരും വിശ്വകർമ്മജരും അതുപോലെ SC/ST സമുദായങ്ങളുമൊക്കെയുണ്ട്. അവരാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം ജനത. അവർക്കൊക്കെ മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്നാണ് ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കോൺഗ്രസിലെ മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ കഴിയുള്ളൂ. മറ്റു വിഭാഗങ്ങളിൽ 2 മുഖ്യമന്ത്രിമാരും ഈഴവ സമുദായത്തിലുള്ളവരല്ലേ? LDF-ൽ 2 മുഖ്യമന്ത്രിമാരും അങ്ങനെയല്ലേ വന്നത്? അപ്പോൾ അവഗണിക്കുന്നു പൊതുവിൽ പറയാൻ പറ്റുമോ? LDF-ൽ ഇപ്രാവശ്യം ഒരു സമുദായത്തിൽപ്പെട്ട 10 മന്ത്രിമാരാണുള്ളത്. എന്നാൽ പിന്നോക്ക സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. മാത്രമല്ല, 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കി ദേവസ്വം ബോർഡിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ പിന്നോക്കക്കാർക്ക് ബാലികേറാമലയാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ തന്നെ 95% ഉദ്യോഗങ്ങൾ അവർ വഹിക്കുമ്പോൾ സാമ്പത്തിക സംവരണം കൂടി നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഈ മറ്റ് ജനവിഭാഗങ്ങൾക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ള ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുക. ഈ കോൺഗ്രസിനാണോട് ഇപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? LDF-നോട് അങ്ങനെ ആവശ്യപ്പെട്ടു, CPM-നോട് അങ്ങനെ ആവശ്യപ്പെടാൻ തയ്യാറാവില്ല? CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ വർക്കലയിലെ ശ്രീ ജോയി നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുപോലെ ശിവഗിരി മഠത്തിൻ്റെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചില നിർദ്ദേശങ്ങളൊക്കെ പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്, നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മതിയായ പ്രാതിനിധ്യം ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതിയാണ് അവരുടെ മുമ്പിലും സമർപ്പിച്ചിട്ടുള്ളത്. ശ്രീ ജോയി അടക്കമുള്ളവരോട് ശിവഗിരി മഠം ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ കോൺഗ്രസ് ഈ പട്ടിക ഇപ്പോഴും ഭരണ പട്ടികയിൽ വർക്കല ഖാറിന്റെ പേരാണ്. മറ്റു പല മണ്ഡലങ്ങളിലും അടൂർ പ്രകാശ് മോദിയിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ പല മണ്ഡലങ്ങളിലും അങ്ങ് ഉദ്ദേശിക്കുന്ന ആളുകൾ മത്സരിക്കുന്നില്ല. കരുനാഗപ്പള്ളിയിൽ സിറ്റിംഗ് MLA അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ പട്ടിക നിർദ്ദേശം പരിഗണിച്ചില്ലെങ്കിൽ ആ UDF-നെ ബോയ്ക്കോട്ട് ചെയ്യാനൊരു നിർദ്ദേശം കൊടുക്കാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ?
ബോയ്ക്കട്ട് ചെയ്യുക എന്നുള്ളതല്ല, മതിയായ പ്രാതിനിധ്യം അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അവരിൽ നിന്നും ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കും. ഈ CPM-ന്റെ പട്ടികയൊക്കെ വരാനിരിക്കുന്നു LDF-ന്റെ, അതിൽ മതിയായ പ്രായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരുടെ ഭാഗത്തു നിന്നും നീതി ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും പ്രതികരണം ഉണ്ടാകും. BJP-യുടെ കാര്യത്തിലോ? BJP-യുടെ കാര്യത്തിലെ സംബന്ധിച്ച് 2-3 വ്യക്തികൾ കഴിഞ്ഞാൽ പിന്നെ BJP-യുടെ നേതൃത്വത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ വളരെ കുറവാണ്. അതിന് മാറ്റമുണ്ടാകണം. ഓരോ സമുദായങ്ങളും എത്ര ശതമാനങ്ങൾ കേരളത്തിലുണ്ട്, അതനുസരിച്ച് ഓരോ ആളുകളെയും കൈപിടിച്ചുയർത്തുവാനും തുല്യമായ രീതിയിലുള്ള സാമൂഹ്യ നീതി കൈവരുത്തുവാനുമാണ് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത്. സാധാരണ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു ഇടപെടൽ ശിവഗിരി മഠം നടത്താറില്ല. ആദ്യമായിട്ടല്ലേ ഇത്തരം ഒരു? അതെ, ശിവഗിരിയിൽ വന്ന് പരാതികളുടെ വലിയൊരു ഒരു പ്രവാഹം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടും കേട്ടും മടുത്താണ് ഞങ്ങൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയത്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തിന് 2 വശമുണ്ട്: ആത്മീയമായ പുരോഗതിയും ഭൗതികമായ പുരോഗതിയും. ശിവഗിരി മഠം കേന്ദ്രീകരിച്ച് ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ജനസമൂഹത്തിൻ്റെ ഭൗതികമായ പുരോഗതി വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അവർക്ക് പുരോഗതി ഉണ്ടാകണം. അത് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. സ്വാമി, ഇങ്ങനെ ഒരു ഇപ്പൊ ലിസ്റ്റുകളൊക്കെ ഔദ്യോഗിക പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാണ് ശിവഗിരി മഠം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഒരു മുന്നണിക്ക് വേണ്ടി നിൽക്കുമോ, അല്ലെങ്കിൽ സമുദായത്തിലെ എല്ലാവർക്കും അങ്ങനെ നിലപാടിലേക്ക് പോകാൻ പറ്റും? ഞങ്ങളങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ഇനിയും ഇത് തന്നെ പറയും. അവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നതുവരെ ഞങ്ങളുടെ ശബ്ദം ഉണ്ടാകും. രാഹുൽ ഗാന്ധി വേണ്ട പരിഹാരം ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഇന്നത്തെ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെപ്പോലെയുള്ള ഒരു നേതാവ് നിർദ്ദേശം നൽകുമ്പോൾ അത് പരിഗണിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ SNDP ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളെയും ഇപ്പം ഹൈക്കോടതി പുറത്താക്കിയിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റിയുള്ളത്? ശ്രീനാരായണ ഭക്തന്മാരെ സംബന്ധിച്ച് പൊതുവെ ആശ്വാസമുള്ള ഒരു പ്രഖ്യാപനമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശ്രീനാരായണ സമൂഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിലും ഡോക്ടർ പൽപ്പു തുടങ്ങിയ ആർ ശങ്കർ വരെയുള്ള നേതാക്കന്മാരുടെ ശ്രമപരമായിട്ടും നേടിയെടുത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു ദുരവസ്ഥ അടുത്ത കാലത്തായി കാണുന്നു. സാമ്പത്തിക സംവരണം അത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രമാണമാണ്. പക്ഷെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ ദോഷം ചെയ്തുകൊണ്ട കാര്യമാണ്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് പറയുന്ന ദുരവസ്ഥ പോലും ഉണ്ടായി. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഇപ്പോഴൊരു മാറ്റം ഉണ്ടായതും ഇനി നല്ല രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടാകേണ്ടതും SNDP യോഗത്തെ സംബന്ധിച്ചു, കേരളത്തെ സംബന്ധിച്ചു, നവോത്ഥാന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചു ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ്. വെള്ളാപ്പള്ളി ഈ SNDP യോഗത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ കഴിഞ്ഞില്ല. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും ഒക്കെ എന്താണ് ഉദ്ദേശിച്ചത്, അതിൽ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ വെള്ളാപ്പള്ളി നേതൃത്വം ഉണ്ടായി. അപ്പോൾ ആ മാറ്റം നല്ലതാണ്, അങ്ങനെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഗുരുദേവൻ ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ ജാതി ചോദിക്കണം, പറയണം, വിചാരിക്കണം
എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.